തൊപ്പിയിട്ട ഈ മദാമയും സായിപ്പും മുസ്ലിങ്ങളിൽ തന്നെ ഭൂരിഭാഗം പേരും അംഗീകരിക്കാത്ത നിസാമുദ്ദീൻ ദർഗ കാണാൻ വേണ്ടിയിട്ട് വന്നവരാണ്. എനിക്ക് ഡൽഹിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് ഈ നിസാമുദ്ദീൻ ദർഗ. എന്തുകൊണ്ടാണ് മുസ്ലിങ്ങളിൽ പലരും ഇവിടുത്തെ ആചാരങ്ങളെ അനുകൂലിക്കാത്തത് എന്നുള്ള അന്വേഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരങ്ങൾ ഇതാണ്. ഇസ്ലാം മതത്തിലെ ഒരു വലിയ വിഭാഗത്തിന് ഇതേപോലെയുള്ള ഇൻസ്ട്രുമെൻസും അതിൽ നിന്ന് വരുന്ന സംഗീതങ്ങളും ഒക്കെ നിഷിദ്ധമാണ്. എന്നാൽ അജ്മീറിലെയും നിസാമുദ്ദീനിലെയും ഒക്കെ ഇത്തരം ദർഗകളിൽ ഇത്തരം മ്യൂസിക് ഉപകരണങ്ങളോട് കൂടിയിട്ടുള്ള ഖവാലി പ്രസിദ്ധമാണ്. ആ ഖവാലിയുടെ മാധുര്യവും സംഗീതവും ആസ്വദിക്കാനും അനുഭവിക്കാനും വേണ്ടി മാത്രമാണ് ഈ വ്യാഴാഴ്ച വൈകുന്നേരം കണക്കാക്കി ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. എന്നെപ്പോലെ ഈ തൊപ്പിയിട്ട സായിപ്പും ഇത് കാണാൻ വേണ്ടിയിട്ട് തന്നെ വന്നതാണ്. പുള്ളിയും നല്ല രീതിയിൽ ഇത് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ വ്യാഴാഴ്ചകളിലും ഇവിടെ ഇത്തരം ഹവാലികൾ അരങ്ങേറാറുണ്ട്. ഇനി രണ്ടാമത്തെ കാരണം, മുസ്ലിങ്ങളിൽ തന്നെ വലിയൊരു വിഭാഗത്തിന് ഇത്തരം ദർഗകളോട് തന്നെ വലിയ എതിർപ്പാണ്. കാരണം അവരുടെ വിശ്വാസപ്രകാരം പ്രാർത്ഥന ദൈവത്തിനോട് മാത്രം എന്നുള്ളതാണ്. ഇത്തരം മക്ബറകളിലൊന്നും വന്ന് പ്രാർത്ഥിക്കുന്നത് അത് ദൈവത്തിന് പങ്കു ചേർക്കലാണ് എന്നൊക്കെയാണ് അവരുടെ വിശ്വാസം. അവരെ നമുക്ക് അങ്ങനെ തന്നെ വിശ്വസിക്കാൻ വിടാം. മറ്റൊരു കാരണം ഇവിടെയുള്ള പല ആരാധനാ രീതികളാണ്. മുസ്ലിങ്ങളിൽ വലിയൊരു വിഭാഗത്തിന് പൂവിട്ട് പൂജിക്കുന്നത്, അതേപോലെ വ്യക്തികൾക്ക് സുജൂദ് ചെയ്യുക അഥവാ കുമ്പിടുക, ഇതൊന്നും ആരാധനയായിട്ട് അവർ അംഗീകരിക്കുന്നില്ല. അതൊക്കെ ദൈവത്തിന് പങ്കു ചേർക്കലായിട്ടാണ് അവർ കണക്കാക്കുന്നത്. എന്നാൽ നമുക്ക് അതൊക്കെ ഇവിടെ സുലഭമായിട്ട് കാണാൻ പറ്റും. ഇത്തരം വിശ്വാസങ്ങളെയൊക്കെ എതിർത്തും അനുകൂലിച്ചും പരസ്പരം വാളെടുക്കുന്നതിനൊക്കെ അപ്പുറം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം അവയൊക്കെ അംഗീകരിച്ച് അങ്ങനെ വിശ്വസിക്കുന്നവരെ അങ്ങനെ ചെയ്യാൻ വിടുക എന്നുള്ളത് മാത്രമാണ്. നമ്മൾ മാത്രമാണ് ശരി, നമ്മുടെ വിശ്വാസം മാത്രമാണ് ശരി എന്നൊന്നില്ല. നിങ്ങളുടെ വിശ്വാസം എന്താണോ അതാണ് നിങ്ങളുടെ ശരി, അത് നിങ്ങളുടെ മാത്രം ശരിയാണ്. മറ്റുള്ളവൻ്റെ ശരിയും തെറ്റും തീരുമാനിക്കുന്നത് നമ്മളല്ല, അത് അവർ തന്നെയാണ്. ലെറ്റ് ദം ഡിസൈഡ് ദെയർ ഡെസ്റ്റിനി. എല്ലാം എല്ലാവർക്കും ഉള്ളതല്ല.